പ്രിയമുള്ളവരെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് ജില്ല കഴിഞ്ഞ് കണ്ണൂർ ജില്ല കഴിഞ്ഞ് വയനാട് ജില്ലയിലൂടെ കടന്നു വന്ന് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. താമരശ്ശേരി രൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വൻപിച്ച ജനസഞ്ചയമാണ് ഈ യാത്രയെ സ്വീകരിച്ചത്. ഇത് കാണിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് മാറിയിരിക്കുന്നതാണ്. ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുറവിളിയാണ് ഈ യാത്രയിലുടനീളം നമ്മൾ കാണുന്നത്. സാധാരണക്കാരായ കർഷകരുടെ, സാധാരണക്കാരായ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റുകൾ, രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കണമെന്നുള്ളതിനുള്ള ശക്തമായ ഒരു ആവശ്യമായി ഈ യാത്രയെ നമുക്ക് കാണാം. സാധാരണ ജനങ്ങൾ എല്ലായിടത്തും ഈ യാത്രയെ ആവേശത്തോടെ എതിരേൽക്കുമ്പോൾ ഇത് ഭരിക്കുന്ന പാർട്ടികൾക്കും ഭരിക്കാൻ പോകുന്ന പാർട്ടികൾക്കുമൊക്കെ ഒരു മുന്നറിയിപ്പാണ്. ക്രൈസ്തവ സമുദായത്തെ അവഗണിച്ച് ഇനി ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം അവർ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ക്രൈസ്തവ ജനത കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭാവിയിൽ പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണിത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ അന്യായമായി ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും ലഭിച്ചേ മതിയാവും. JB കോശി കമ്മീഷനെ നിശ്ചയിച്ച ഈ ഗവൺമെൻറ് തന്നെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ മടിക്കുന്നത് സംശയാസ്പദമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഈ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണ രീതിയിൽ പ്രസിദ്ധീകരിച്ച് ക്രൈസ്തവ മത സഭാ നേതാക്കളെയും ക്രൈസ്തവ സമുദായ നേതാക്കളുമായും ചർച്ച ചെയ്ത് അതിലെ നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ കർഷകരായ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇതിന് കത്തോലിക്ക കോൺഗ്രസ് നൽകുന്ന നേതൃത്വം ഏറ്റവും ശ്ലാഘനീയമാണ്. ഈ യാത്രയും തുടർന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ജനലക്ഷങ്ങളുടെ പിന്തുണയാണ് ഈ യാത്രയ്ക്ക് ലഭിക്കുന്നതെന്ന് ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. എല്ലാവരെയും ഈ യാത്രയിൽ പങ്കുചേരാൻ ക്ഷണിക്കുന്നു.